ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണത് കലിയുഗത്ത് ചിട്ടയായി ജീവിക്കാൻ 4 പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോണത്. ഒന്ന് വന്നിട്ട് മദ്യപാനം, ലഹരി, മയക്കുമരുന്ന്. രണ്ടാമത് വന്നിട്ട് മാംസഭോജനം. മൂന്നാമത് വന്നിട്ട് അവഹിത ബന്ധം. നാലാമത് വന്നിട്ട് ചൂതുകളി. ഒന്നാമത് വന്നിട്ട് ലഹരി, മദ്യപാനം, മയക്കുമരുന്ന്. ഇതിൽ അടിമപ്പെടുന്നു നിറയെ പേര്. ഇപ്പോഴുള്ള ജനറേഷൻ ആയാലും ശരി, പിന്നെ ഒരു 99% മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് നിറയെ പേര് മദ്യപാനം അടിമകളാകുന്നത്. നമ്മൾ എത്രത്തോളം മദ്യപാനത്തിലും ലഹരി വസ്തുവിലും മയക്കുമരുന്നിലും നമ്മൾ അടിമപ്പെടുന്നു, നമുക്ക് അത്രത്തോളം ഓർമ്മശക്തി നഷ്ടപ്പെടും, ദൃഢനിശ്ചയത ഉണ്ടാകില്ല. നമ്മൾ ഏതൊരു കാര്യം ഏറ്റെടുത്താലും അത് നമ്മൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ അവബോധം നഷ്ടപ്പെടും, നമ്മുടെ തപസ്യ നഷ്ടപ്പെടുന്നു. കാരണം ഇപ്പോഴുള്ള ജനറേഷൻ തന്നെ എല്ലാം തന്നെ വെസ്റ്റേൺ കൾച്ചറിനെ നോക്കിയിട്ട് മാറിക്കൊണ്ട് വരികയാണ്. നമ്മുടെ യഥാർത്ഥ സംസ്കാരം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ റീസെൻ്റ് ആയിട്ട് ചില വീഡിയോസ് കണ്ടിരുന്നു. അതിൽ നോക്കുമ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളില്ല, വലിയവരില്ല, എല്ലാവരും തന്നെ അവരുടെ കുട്ടികളുടെ ഉമ്മറത്ത് നിന്നും കുട്ടികളും ശരി എല്ലാവരും തന്നെ മദ്യപാനം, ലഹരിയിൽ ഏർപ്പെട്ട് ഒരു ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥം അതൊരു മാരേജ് ഫംഗ്ഷനാണ്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് വിവാഹ സംസ്കാരം. പക്ഷേ അതിനെക്കുറിച്ച് അറിവില്ലായ്മ കാരണം കൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ വെസ്റ്റേൺ കൾച്ചർ നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് യഥാർത്ഥം മനസ്സിലാക്കി സയൻറ്റിഫിക്കായിട്ടും അത് പ്രൂവഡ് ആണ് നമ്മുടെ കൾച്ചർ. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ മാറിക്കൊണ്ടുവരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ തിരിച്ച് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഏതൊരു കാര്യം എടുത്താലും നമ്മുടെ കൾച്ചറായാലും ശരി, നമ്മുടെ സംസ്കാരം എടുത്താലും അത് ഓരോന്നിലും ഒരു സയൻറ്റിഫിക്കായിട്ട് പ്രൂവഡ് ആണ്. നമുക്കെല്ലാം തന്നെ ഈ സംസ്കാരം തന്നെ വളരെ നല്ലതിനാണ് തന്നിരിക്കുന്നത് നമുക്ക് അറിയാം. നമ്മൾ എത്രത്തോളം മദ്യപാനം, ലഹരി, മയക്കുമരുന്ന് ഏർപ്പെടുന്നു, നമ്മുടെ തപസ്യ നഷ്ടപ്പെടുന്നു. പിന്നെ രണ്ടാമത് വന്നിട്ട് മാംസഭോജനം. നമ്മൾ എത്രത്തോളം നമ്മൾ മാംസം കഴിക്കുന്നു അത്രത്തോളം നമ്മുടെ അവബോധം നഷ്ടപ്പെടും, നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ എത്രത്തോളം നമ്മളുടെ മാംസം നമ്മൾ ഭക്ഷിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവവും നമ്മുടെ മൃഗത്തിൻ്റെ തുല്യമായി മാറും. കാരണം ഇപ്പോൾ വരുന്ന ജനറേഷൻ നോക്കിക്കോളൂ. എല്ലാ കുട്ടികളും ചെറുപ്പം തന്നെ കുട്ടികൾക്ക് മാംസങ്ങളൊക്കെ കൊടുത്ത് ശീലിക്കുന്നു. പക്ഷേ അവർ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നു. അവർക്ക് തെറ്റേത് ശരിയേതെന്നും കൂടി തിരിച്ചറിയാനുള്ള പ്രവണത നഷ്ടപ്പെടുന്നു. അവർ എന്താ പറയുക, മൃഗത്തിന് തുല്യരായി. ഒരു ടീച്ചേഴ്സ്മാരാണെങ്കിലും ശരി, നമ്മുടെ പേരൻസിനായാലും ശരി, അവർക്ക് കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ല. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ മാംസം ഭക്ഷിക്കണോ നമ്മുടെ കരുണ അത്രത്തോളം നഷ്ടപ്പെടും. പിന്നെ വന്നിട്ട് മൂന്നാമത് വന്നിട്ട് അവഹിത ബന്ധം. കാരണം നമ്മൾ അവഹിത ബന്ധം നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മളുടെ മനസ്സും ബുദ്ധിയും തന്നെ അഴുക്കായിത്തീരുന്നു, അശുദ്ധമായിത്തീരുന്നു. അപ്പോൾ നമ്മൾ അവഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നമ്മൾ അശുദ്ധമായി തീരുന്നു. രണ്ടാമത് വന്നിട്ട് ചൂതുകളി, ഗാംബ്ലിംഗ്. പണ്ടൊക്കെ പബ്ലിക്കായിട്ട് ചീട്ടുകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറ്റകൃത്യമായിരുന്നു. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യും, അവർക്ക് ശിക്ഷ എന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രത്തോളം നമ്മുടെ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ വളരുന്നു, ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഗാംബ്ലിംഗ്, ചൂതുകളിയും അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എത്രത്തോളം നമ്മൾ ചൂതുകളിൽ നമ്മൾ ഏർപ്പെടുന്നു നമ്മുടെ സത്യസന്ധത നഷ്ടപ്പെടുന്നു. ഏതൊരു കാര്യത്തിലും ഒരു ദൃഢനിശ്ചയം ഉണ്ടാവില്ല, അവരുടെ സത്യസന്ധതകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ നാല് കാര്യങ്ങളും എവിടെയുണ്ടോ അവിടെ വന്നിട്ട് ദുഃഖങ്ങളും ക്ലേശങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ നാലും എവിടെയുണ്ടോ നമ്മുടെ അവബോധം നമ്മളെ വിട്ട് നഷ്ടപ്പെടുന്നു. കാരണം ഈ നാലും ഉള്ള സമയത്ത് നമ്മൾ ആരാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നമ്മൾ ശരീരമാണ്. കാരണം ഈ ശരീരത്തിൽ തന്നെ നമ്മൾ സംതൃപ്തി കണ്ടു കഴിഞ്ഞിട്ട് സംതൃപ്തിയിൽ ഏർപ്പെട്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു നരകത്തിൽ നയിച്ചു കൊണ്ടുപോവുകയാണ്. ഈ ഒരു നാലെണ്ണത്തിൽ നമ്മൾ തരണം ചെയ്യുമ്പോൾ നമ്മളുടെ അവബോധം നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ പുറമേ എല്ലാം മേക്കപ്പും കുളിക്കണം എല്ലാം ദേഹത്തിന് ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഒരു കാര്യം തന്നെ എടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, ജഗത്സാക്ഷി പ്രഭു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ വലിയ നേതാക്കളായാലും ശരി, ഇപ്പോഴത്തുള്ള സെലിബ്രിറ്റീസ് ആയാലും ശരി, അവർ ഉയർന്ന തലത്തിൽ നിൽക്കുന്നുണ്ടാവും. അവരൊക്കെ നോക്കുമ്പോൾ കഴുകിനെ പോലെയാണ്. കാരണം അതിന് എന്താ പറഞ്ഞാൽ അവർ എത്രത്തോളം കഴുക് എത്രത്തോളം ഉയർത്തി പോയാലും അതിൻ്റെ നോട്ടം വന്നിട്ട് ചളിക്കുണ്ടിലായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോഴത്തുള്ള നേതാക്കന്മാരായാലും ശരി, വലിയ വലിയ ആൾക്കാരും ശരി, എത്രത്തോളം അവർ പദവിയിൽ ഉയരുന്നുവോ അവരുടെ അവബോധം തന്നെ ഭയങ്കര താഴ്ന്ന തരത്തിലായിരിക്കുന്നു. ഈ നാലും ഏതൊരു തരണം ചെയ്യുന്നോ അവരുടെ അവബോധം നല്ല രീതിയിൽ ഉണ്ടാകുന്നു.
കാരണം അപ്പോഴേ നമുക്ക് ഞാൻ ആരാണ്, ദൈവം പറഞ്ഞാൽ എന്താണ്, ഞാനും ദൈവത്തിനും എന്താ സംബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ നമ്മ പുറമേ ശുദ്ധീകരിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ മനസ്സിലുള്ള അഴുക്ക് കളയണം. അതിന് നമ്മുടെ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലൊക്കെ പറയുന്നത് ഹരിയുടെ നാമം നിത്യവും നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള അഴുക്ക് മെല്ലെ മെല്ലെ മാറുന്നതാണെന്ന് പറയുന്നുണ്ട് ശാസ്ത്രത്തിലും. പിന്നെ നമ്മുടെ ആചാര്യന്മാരും അത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് ജീവിച്ച് കാണിച്ച് പോയിട്ടുണ്ട്. ശ്രീല പ്രഭുപാദ്, രാമാനുജാചാര്യർ, മധ്വാചാര്യർ, അങ്ങനെ കുറേ ആചാര്യന്മാർ നമ്മുടെ ജീവിതം എന്താണെന്ന് പറഞ്ഞിട്ട് ജീവിച്ച് കാണിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ നിത്യ ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ ഒരു 5 മിനിറ്റ് മാറ്റിവെച്ച് ഹരിയുടെ നാമം ജപിക്കുക, ഹരിയുടെ കഥകൾ നമ്മൾ കേൾക്കുക. എത്രത്തോളം നമ്മുടെ ഹരിയുടെ നാമം ജപിക്കുന്നു, എത്രത്തോളം നമ്മൾ ഹരിയുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ മനസ്സും വളരെ നല്ല രീതിയിൽ ശുദ്ധിയാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.